അർത്ഥം. നമ്മൾ അല്പസമയം ദൈവവചനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, നമ്മൾ ദൈവവചനം ചിന്തയ്ക്കായി നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് വളരെ ശ്രദ്ധയോടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്രദ്ധിച്ചു. നമ്മൾ പറയുന്നത് വളരെ ശ്രദ്ധയോടെ, നമ്മൾ പറയുന്ന വാക്കുകൾ അല്ലേ, നമ്മൾ പറയുന്നത് നടക്കും. പക്ഷേ നമ്മളിന്ന് ചിന്തിക്കാൻ പോവുക, നമ്മൾ കേൾക്കുന്ന കാര്യം, നമ്മൾ കേൾക്കുന്നത് വളരെ ശ്രദ്ധയോടെയുള്ള കാര്യങ്ങളായിരിക്കണം. നമ്മൾ കേൾക്കാൻ വേഗതയുള്ളതും പറയാൻ സാവകാശമുള്ളവരും ആയിത്തീരാനാണ് വചനം നമ്മളെ നിർബന്ധിക്കുന്നത്. വായി തോന്നുന്നതും അല്ലെങ്കിൽ മനസ്സിൽ തോന്നുന്നതും ഒന്നും വിളിച്ചു പറഞ്ഞ് വെറുതെ വിളിച്ച് പറയാനല്ല. പക്ഷെ നമ്മൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ കേൾക്കുന്നത് എന്തായാലും നമ്മൾ ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ ചൂസ് ചെയ്യും, ഞാൻ തീരുമാനിക്കും ഞാൻ എന്താ കേൾക്കാൻ പോകുന്നത്. ഹല്ലേലൂയ, ഐ ചൂസ് ടു ഹിയർ. ഹല്ലേലൂയ, ഞാൻ ചില കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യും. ഞാൻ നമ്മളിന്ന് ലോകത്ത് പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ. നമ്മൾ എല്ലാ ദിവസവും പലയിടങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. നമ്മൾ ന്യൂസ് കേൾക്കുന്നു, പലവർ പറയുന്ന നെഗറ്റീവ് കാര്യങ്ങൾ കേൾക്കുന്നു, പലവരും പോസിറ്റീവ് കാര്യങ്ങൾ പറയുന്നു. നമ്മൾ ദൈവവചനം കേൾക്കുന്നു, നമ്മൾ പലവരുടെ സങ്കടം കേൾക്കുന്നു, സന്തോഷം കേൾക്കുന്നു, നിരാശപ്പെടുത്തുന്ന വാർത്തകൾ കേൾക്കുന്നു, പല കാര്യങ്ങൾ കേൾക്കുന്നു. ചില വാക്കുകൾ നമ്മളെ പണിയുന്നു, ചിലത് നമ്മളെ പണിയുന്നില്ല. പക്ഷെ നമ്മൾ പലതും കേൾക്കുമ്പം ഈ കേൾക്കുന്ന കേൾവികളെല്ലാം നമ്മുടെ ചിന്തകളായി തീരുക. ഈ ചിന്തകളല്ലേ, നമ്മൾക്കൊക്കെ ചിന്തകളുണ്ട്. നമ്മുടെ ചിന്തകൾ മനുഷ്യർക്ക് പിടിച്ചു കെട്ടാൻ പറ്റാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ മനുഷ്യരുടെ ചിന്തകളാണ്. ഈ ചിന്തകൾ നമ്മളുടെ ചിന്തകൾ നമ്മളെ ജയത്തിനകത്തേക്കോ അല്ലെങ്കിൽ നമ്മളെ തോൽവിക്കകത്തേക്കോ നയിച്ചുകൊണ്ടിരിക്കുന്നു. പലവരും പറയും എനിക്ക് പ്രാർത്ഥിക്കാനിരിക്കാൻ പറ്റത്തില്ല, ചിന്തകൾ കയറി എന്നെ മൂടിക്കളയുന്നു, ഞാൻ ഇരുന്നിട്ട് ഞാൻ ഇറങ്ങി അങ്ങനെ വരും, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല എന്ന് ചിലവർ പറയും. ചിലവർ പറയും എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, എൻ്റെ ചിന്തകൾ എന്നെ അലട്ടി എൻ്റെ ചിന്തകൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും നിനക്ക് കഴിവില്ല, നിനക്ക് ശക്തിയില്ല, നീ അങ്ങനെയല്ല, നീ ഇങ്ങനെയാണ്, എന്നെക്കുറിച്ച് കൊള്ളാത്ത കാര്യങ്ങൾ എൻ്റെ ചിന്തകൾ പറയും, അത് കാരണം എനിക്ക് എന്നെ തന്നെ ചിലപ്പോൾ ഇഷ്ടമില്ല, ഇങ്ങനെ പലവർ പറയല്ലേ. അപ്പോൾ കുറേ കാര്യം എൻ്റെ ഈ ചിന്തകളെല്ലാം നമ്മൾ കേൾക്കുന്നതാണ് നമ്മുടെ ചിന്തകളായി വരുന്നത്. സ്തോത്രം. നമ്മൾ കേൾക്കേണ്ടത് നമ്മളെ പണിയുന്നത്. നമുക്ക് ദാവീദിനെ നോക്കിയാൽ, ദാവീദ് കൊച്ചു ബാലനായിട്ട്, നമ്മൾ 1 ശമൂവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായമാണ്, അതിനകത്തെ കുറച്ച് വാക്യങ്ങളാണ് നമ്മളിന്ന് ചിന്തയ്ക്കായി നമ്മൾ എടുക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ദാവീദ് ബാലനായി, ഈ ദാവീദ് യെസായയുടെ മക്കളിലെ ഏറ്റവും ഇളയവനാണ്. ഈ ദാവീദിനെ കാട്ടിൽ തൻ്റെ അപ്പൻ്റെ ആടുകളെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുമായിരുന്നു. ആടുകളെ നോക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് ശ്രദ്ധിച്ച്, ഈ ദാവീദ് ആടുകളുടെ കരച്ചിലും മരുഭൂമിക്കകത്തുള്ള പല സംഭവങ്ങൾ കാണുകയും കേൾക്കുകയും അവിടെ നേച്ചർ അല്ലെങ്കിൽ പ്രകൃതി ദാവീദിനോട് സംസാരിക്കുന്നത് ഇതൊക്കെ മാത്രം കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു ബാലനാണ്. ഈ ബാലൻ അപ്പൻ്റെ അടുക്കൽ വന്ന് അപ്പനൊരു ദിവസം വിളിച്ചു വരുത്തി. എന്തിനാ അപ്പൻ വിളിച്ചു വരുത്തിയത്? തൻ്റെ സഹോദരന്മാർ, ദാവീദിൻ്റെ ചേട്ടന്മാർ ഇവിടെ യുദ്ധസ്ഥലത്ത് അവർ യുദ്ധം ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെ സൈന്യമെന്ന് ഇസ്രായേൽ ജനത്തിനെ വിളിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ സൈന്യങ്ങളോടൊപ്പം യുദ്ധം ചെയ്യാൻ വേണ്ടി തൻ്റെ മൂത്ത ചേട്ടന്മാർ ഫിലിസ്തീയരുടെ എതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി യുദ്ധക്കളത്തിലാണ്. അപ്പോൾ അപ്പൻ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, കുറച്ച് നെല്ലും കുറച്ച് അപ്പവും ഇതൊക്കെ നീ വേഗത്തിൽ കൊണ്ടുവന്ന് നിൻ്റെ സഹോദരന്മാർക്ക്, നിൻ്റെ ചേട്ടന്മാർക്ക് കൊണ്ടു കൊടുക്കുക, അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുക്കുക. അപ്പോൾ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ഏല എന്ന് പറഞ്ഞ ഒരു താഴ്വരയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ഫിലിസ്തീയരുടെ എതിരെ സൗൾ രാജാവ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ദാവീദ് തൻ്റെ ആടുകളെ, ദാവീദിൻ്റെ സ്വഭാവം നോക്കണം. ദാവീദ് വെറുതെ ആടുകളെ വലിച്ചെറിഞ്ഞേച്ച് വരുവല്ല. പക്ഷെ വചനം പറയുന്നു ദാവീദ് വേറൊരു ആടിടയൻ്റെ കയ്യിൽ ആടുകളെ ഏൽപ്പിച്ചിട്ട് ഈ ഏല എന്ന് പറഞ്ഞ താഴ്വരയിലേക്ക് ചെല്ലുക. അവിടെ ചെന്ന് ആ യുദ്ധസ്ഥലത്ത് ചെന്ന് അവിടെ കുറച്ച് ആൾക്കാരോടൊക്കെ സംസാരിക്കുക.
കുറച്ച് ആൾക്കാരോടൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. കുറേ ആൾക്കാർ യുദ്ധം ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന സൈന്യങ്ങളുടെ ഇടയിലുള്ള കുറച്ച് പേരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. നമുക്കൊന്ന് വരാം. 1 സമൂവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായം 23-24 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഇവിടെ നമ്മൾ വരുമ്പം ഈ ദാവീദ് കുറച്ച് സൈന്യത്തിൻ്റെ കുറച്ച് സോൾജേഴ്സിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം വലിയൊരു ബഹളം അവിടെ കേൾക്കുക മാത്രമല്ല, ഭയങ്കര ശക്തിയുള്ള ഒരുവൻ ഫിലിസ്തീയരുടെ വശത്തു നിന്ന് വന്നിട്ട് ഇവരെയൊക്കെ ബഹളം വെച്ചപ്പോഴത്തേക്ക് നമ്മൾ കാണുന്നു 24-ാം തിരുവചനത്തിനകത്ത് ഈ ബഹളം കേട്ടപ്പോഴത്തേക്ക് ഈ ഫിലിസ്തീയരുടെ ഇടയിൽ നിന്ന് അവരുടെ ചാമ്പ്യൻ എന്ന് ഇംഗ്ലീഷ് ബൈബിളിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗോലിയാത്ത് വന്നൊരു ബഹളം വെച്ച് കളിയാക്കലൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇസ്രായേലിൻ്റെ സൈന്യം ഓടിപ്പോയി. 24-ാം തിരുവചനം പറയുന്നു, as soon as the Israelite army saw him, they began to run away in fright. അപ്പോൾ അവർ അവരെന്താ കേട്ടത്? 23-ാം തിരുവചനത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, then David heard him shout his usual taunt to the army of Israel. ഒന്ന് വായിച്ച് 23 ഒന്ന് വായിച്ച്. ദാവീദ് അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഗത്യനായ ഗോലിയാത്ത് നിന്ന് ഫെലിസ്ത്യരുടെ നിരകളിൽ നിന്ന് പുറപ്പെട്ടു വന്ന് നൊമ്പരത്തെ വാക്കുകൾ തന്നെ പറയുന്നത് ദാവീദ് കേട്ടു. നൊമ്പരപ്പെടുത്തുന്ന വാക്കുകൾ, അവരെ കളിയാക്കുന്ന വാക്കുകൾ, അവരെ കൊച്ചാക്കുന്ന വാക്കുകൾ, അവൻ സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്ന വാക്കുകൾ യൂഷ്വൽ ടോണ്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. ടോണ്ട് എന്ന് പറയുമ്പോൾ കളിയാക്കൽ, സ്ഥിരമായിട്ട് കളിയാക്കുന്ന വാക്കുകൾ. നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളിക്കും? നിങ്ങൾ അല്ലേലും എന്തോ കഴുകത്തുണ്ട്, നിങ്ങൾ അല്ലേലും ഇങ്ങനത്തെ വ്യക്തിയല്ലേ, നിങ്ങൾ അല്ലേലും പഠിത്തമില്ലല്ലോ, നിങ്ങൾക്ക് കഴിവില്ലല്ലോ, നിങ്ങൾക്ക് കൂട്ടുകാരെ പോലല്ലോ, എനിക്കറിയാവുന്നവരെ പോലല്ലോ, നിങ്ങൾ ഇതല്ലേ, പണ്ടേ നിങ്ങൾ അങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ് ചില വീടുകളിനകത്തൊക്കെ ചിലവർ ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ ഒക്കെ പറയുന്ന പോലത്തെ വാക്കുകൾ, അല്ലെങ്കിൽ മക്കളെ നോക്കിയിട്ട് പറയുന്ന വാക്കുകൾ അല്ലേ. അതേപോലെ എന്തോ ഇനി കഴുകത്തുണ്ടായിട്ടും പ്രയോജനമില്ലല്ലോ, മറ്റുള്ളവരെ കണ്ടില്ലേ, ആ പിള്ളേരെ കണ്ടില്ലേ, ആ മനുഷ്യനെ കണ്ടില്ലേ, എന്തൊരു മിടുക്കനാ, എന്തൊരു മിടുക്കിയ, നിന്നെയൊക്കെ ഇത്രയും പഠിപ്പിച്ചിട്ട് എന്തുകൊണ്ട് പ്രയോജനം? ഇങ്ങനെയൊക്കെ വാക്കുകൾ കണ്ടോ. നീ അല്ലേലും അങ്ങനെയല്ലേ, നീ ഇല്ലേലും ഇങ്ങനെ, എനിക്ക് അല്ലേലും അറിയാം, എനിക്ക് പണ്ടേ അറിയാം, നിന്നെക്കുറിച്ച് എനിക്ക് അല്ലേലും ഒരു പ്രതീക്ഷയില്ല എന്നൊക്കെ പോലത്തെ വാക്കുകൾ പഴയ കണ്ടോ. അത് ശ്രദ്ധിക്കണം. 23-ാം തിരുവചനത്തിനകത്ത് പറയുന്നു, David heard him shout his usual taunt to the army of Israel. സ്ഥിരമായിട്ട് പറഞ്ഞു വരുന്ന, കൊച്ചാക്കുന്ന, വേദനിപ്പിക്കുന്ന, ചെറുതാക്കുന്ന, കളിയാക്കുന്ന, നൊമ്പരപ്പെടുത്തുന്ന, നിരാശയുടെയും ഒക്കെ വാക്കുകൾ സ്ഥിരമായി പറയുന്നത്. ഇത് പറഞ്ഞപ്പോഴത്തേക്ക് അടുത്ത വാക്യത്തിൽ പറയുന്നു, ഇത് കേട്ട ഉടനെ പേടിച്ചു വരണ്ട് ഇസ്രായേൽ ആർമി ഓടിപ്പോയി. അവരാരാണെന്ന് പോലും മറന്നേച്ച് അവർ ഓടിപ്പോയി. സ്തോത്രം. ഇസ്രായേൽ ആർമിക്കൊരു പദവിയുണ്ട്. അവരെ വിളിച്ചുകൊണ്ടിരുന്നത് ദൈവത്തിൻ്റെ ആർമിയെന്ന്, ദ ആർമി ഓഫ് ദ ഗോഡ് ഓഫ് ഇസ്രായേൽ എന്ന് അവരെ വിളിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. അതുപോലും അവർ മറന്നേച്ച് അവർ ഓടിപ്പോയി. പക്ഷേ ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് ഓടിപ്പോയില്ല. ദാവീദ് അവിടെ നിന്നിട്ട് പിന്നെയും ചോദിക്കാൻ തുടങ്ങി. ദാവീദ് ആദ്യമായിട്ടാണ് ഈ ബഹളം കാണുന്നത്. അപ്പം ദാവീദ് മറ്റുള്ളവരോട് ചോദിക്കാൻ തുടങ്ങി, മറ്റ് പട്ടാളക്കാരോട് ചോദിക്കാൻ തുടങ്ങി, ഇവനെ അടിച്ച് വീഴ്ത്തിയാൽ എന്താ കിട്ടുന്നത്? എന്നിട്ട് ദാവീദ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. 26-ാം തിരുവചനത്തിനകത്ത് ചോദിക്കുക, Who is this pagan Philistine anyway, that he is allowed to defy the armies of the living God? ആരാണ് ഈ ഫിലിസ്തീയക്കാരൻ? ഇങ്ങനെ അഹങ്കാരം കാണിച്ച് ഇങ്ങനെ വന്നിരിക്കുന്ന ഈ ഫിലിസ്തീയക്കാരൻ ആരാണ്? അവൻ ആരാണ് ധൈര്യം കൊടുത്തിരിക്കുന്നത്? ആരാണ് അവന് അനുവാദം കൊടുത്തിരിക്കുന്നത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ സൈന്യത്തിനെ കളിയാക്കുവാൻ? കണ്ടോ അവരുടെ പദവി, കണ്ടോ ഈ ആർമിയുടെ പദവി, ജീവിക്കുന്ന ദൈവത്തിൻ്റെ സൈന്യമെന്ന.
പക്ഷേ ഇവർ ഈ കേട്ടപ്പം ഇവർ മറന്നുപോയി ഇവരാരാണെന്ന്. ഇവർ ഭയന്നോടിപ്പോയി. ഞാൻ പറയട്ടെ, ചില വാക്കുകൾ സ്ഥിരമായി കേൾക്കുന്നത് നിങ്ങളെ നിരാശപ്പെടുത്തുന്നതും നിങ്ങളുടെ ബലത്തെ ചോർത്തിക്കളയുന്നതും നിങ്ങളെ സംശയമാക്കുന്നതും സ്ഥിരമായി നിങ്ങൾ കേൾക്കുവാണെങ്കിൽ ആ വാക്കുകൾ ഇനിയും കേൾക്കല്ല, അത് നിർത്തണം. അതെവിടെങ്കിലും ആരെങ്കിലും ഭാര്യയാ പറയുന്നത്, മക്കളാ പറയുന്നത്, ഭർത്താവാ പറയുന്നത്, അച്ഛനമ്മയാ പറയുന്നെങ്കിൽ അവരോട് തിരിഞ്ഞു നിന്നിട്ട് പറയണം, നീ മേലിൽ അങ്ങനെ സംസാരിച്ചേക്കല്ല്, നീ പറയുന്ന വാക്കല്ല ഞാൻ എന്ന് വിളിച്ചു പറയണം. എന്താണെന്നറിയോ, ഈ സൈന്യം ഇവരിത് സ്ഥിരം കേൾക്കുമായിരുന്നു. സ്ഥിരം കേട്ടോണ്ടിരുന്നപ്പം ഇവരുടെ അകത്ത് ഒരു ചിന്തയുണ്ടായി, അല്ലേലും ഞങ്ങൾ കൊള്ളാത്തവരാ, ഇവൻ കണ്ടോ ഇവൻ മിടുക്കനും ഇവൻ ധൈര്യമുള്ളവനും, ഞങ്ങൾക്ക് കഴിവില്ല. ഇവരത് കാരണം ഭയന്ന് വരണ്ട് ഓടിപ്പോയത്. ഒരു വ്യക്തിയോട് സ്ഥിരമായിട്ട് പറയാം, നിങ്ങളെ കൊണ്ട് എന്തോ ഇനി കൊള്ളിക്കാം, നിങ്ങൾ കഴുകത്തില്ലാത്ത വ്യക്തിയല്ലേ, നീ എന്തുവാ, നീ മറ്റുള്ളവരെ നോക്കി, ഇന്നിങ്ങനെ സ്ഥിരം പറഞ്ഞാൽ അവരുടെ കഴിവ് പോകും. അവരുടെ അകത്തുള്ള കഴിവുകൾ ഒരിക്കലും പുറത്തു വരത്തില്ല. അവർ കഴുകത്തില്ലാത്തവരായി തന്നെ ജീവിക്കും, അവർ ഭയമുള്ളവരായി ജീവിക്കും, അവർക്ക് പ്രാർത്ഥനയില്ലാത്തവരായി ജീവിക്കും. നമ്മൾ കേൾക്കുന്നത് ശ്രദ്ധയോടെ നമ്മൾ ആയിരിക്കണം. നമ്മൾ സ്ഥിരം ഒന്ന് വീട്ടിനകത്ത് ഈ ലോകത്തുള്ള ഈ ന്യൂസ് ഒന്ന് വെച്ച് 24 മണിക്കൂറും വീട്ടിനകത്ത് TV ഓണാക്കിയിട്ട് ന്യൂസ് വെച്ചുകൊണ്ടിരുന്നേ, കുറേ കഴിയുമ്പോൾ നിരാശ, ഡിപ്രഷൻ വീട്ടിനകത്ത് കയറും. അത് വിളിച്ചു വരുത്തണ്ട, അത് ഓട്ടോമാറ്റിക്കലി ആൾക്കാരുടെ ഹൃദയത്തിനകത്ത്, ആ വീട്ടിനകത്ത് വസിക്കുന്നവരുടെ ഹൃദയത്തിനകത്ത് അത് കയറും. എന്താ അവർ കേൾക്കുന്നത്? ഇത് അവിടെ യുദ്ധം, ഇങ്ങനെ യുദ്ധം, അവിടെ കുറേ പേര് മരിച്ചു. ഇത് നമ്മൾ കേൾക്കുന്നതാ നമ്മളെ ഫോം ചെയ്യുന്നത്. ഹല്ലേലൂയ. നമ്മൾ കേൾക്കുന്നത് ശ്രദ്ധയോടെ ആയിരിക്കണം. ചിലവരെ കണ്ടിട്ടുണ്ടോ, വളരെ സന്തോഷമായിട്ടിരിക്കുന്നവരുടെ കൂട്ടത്തിനകത്തോട് ഒരു വ്യക്തി ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് വാക്കുകൾ അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആ കൂട്ടമേ നിരാശപ്പെട്ടവരാവും. എന്താണെന്നറിയോ, ഇങ്ങനെ ഓടി ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട് അവരുടെ നീ അങ്ങനല്ലേ ഇങ്ങനല്ലേ അവിടെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, കുറേ നാട്ടിലെ കുറേ കുറ്റവും അതും ഇതും ഒക്കെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ സന്തോഷമേ അങ്ങ് ചോർത്തിയെടുക്കും. ചിലവർ വീട്ടിൽ വരുമ്പോൾ ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. അവർ ഇരുട്ടും കൊണ്ടാണോ കാർമേഘം കൊണ്ടാണോ കയറി വരുന്നത്, അതോ അവർ പ്രകാശം കൊണ്ടാണോ കയറി വരുന്നതെന്ന്. സ്തോത്രം. വാക്കുകൾ ശ്രദ്ധിക്കണം. ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് അവിടെ ചോദിച്ചുകൊണ്ട് നിന്നു, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഹല്ലേലൂയ. ചോദിച്ച് ഭയമില്ലാതെ അവിടെ നിന്നു. അപ്പം പലത് കേട്ടപ്പം 2 വിധത്തിൽ പെരുമാറുന്നവരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ദാവീദ് എന്താ പേടിച്ചോടാഞ്ഞ്? ദാവീദ് കാട്ടിൽ മൃഗങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടോണ്ടാ ഒറ്റയ്ക്ക് അവിടെ ജീവിച്ചത്. അത് കാരണം ദാവീദിന് പേടിയില്ലായിരുന്നു. സ്തോത്രം. എന്നിട്ട് നമ്മൾ 33-ാം തിരുവചനത്തിനകത്തേക്ക് വരാം. ദാവീദ് അവിടെ അന്വേഷിക്കുക, പലരോടും അന്വേഷിക്കുമ്പോൾ 33-ന് തൊട്ട് മുമ്പ് ദാവീദിൻ്റെ സഹോദരൻ 28-ാം തിരുവചനത്തിനകത്ത് വരുമ്പോൾ 1 ശമൂവേൽ 17:28, 1 Samuel 17 verse number 28. അടുത്ത കാര്യം കേൾക്കുക. സാമുവേൽ അല്ല, ദാവീദ് അടുത്ത വാക്ക് കേൾക്കുക. ദാവീദിൻ്റെ സഹോദരൻ അറിഞ്ഞു, ഏറ്റവും മൂത്ത ചേട്ടൻ അറിഞ്ഞു ദാവീദ് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുവാണെന്ന്. അപ്പം 28-ാം തിരുവചനത്തിനകത്ത് പറയുന്നു, ദാവീദിൻ്റെ ചേട്ടന് ഭയങ്കര ദേഷ്യമുണ്ടായിട്ട് ചോദിച്ചു, നീ എന്തുവാ ഇവിടെ ചെയ്യുന്നത്? നിനക്ക് പോയിക്കൂടെ നിൻ്റെ ആടുകളുടെ ഇടയിൽ? കണ്ടോ ചോദിക്കുന്നത് കണ്ടോ? വാട്ട് അബൌട്ട് ദോസ് ഫ്യൂ ഷീപ്പ് യു ആർ സപ്പോസ് ടു ബി ടേക്കിംഗ് കെയർ ഓഫ്? എന്നിട്ട് പറയാ, ഐ നോ അബൌട്ട് യുവർ പ്രൈഡ് ആൻഡ് ഡിസീറ്റ്, യു ജസ്റ്റ് വാണ്ട് ടു സീ ദ ബാറ്റിൽ എന്ന് പറഞ്ഞ് അവനെ കളിയാക്കുക, അവനെ കുറ്റപ്പെടുത്തുക. എന്നിട്ട് പറയാം, നിൻ്റെ ആടുകൾ എന്ത് ചെയ്യേ? നീ പോയി നിൻ്റെ ആടുകളെ നോക്ക്. നീ ആരാ? നീ ഇവിടെ നിന്നിങ്ങനെ ഭരിക്കാൻ, ഇവിടെ നിന്നിങ്ങനെ ചോദിക്കാൻ? നിന്നെ കൊണ്ട് അല്ലേലും എന്തിനു കൊള്ളിക്കും? എനിക്കല്ലേലും അറിയാം നീ നെഗളിയാ, നീ കള്ളം പറയുന്നവനാ, നീ ഇവിടെ യുദ്ധം കാണാൻ വേണ്ടി വന്നതല്ലേ, ഞങ്ങളെയൊക്കെ കൊല്ലുന്നത് കാണാൻ വേണ്ടി വന്നതല്ലേ എന്ന്. കണ്ടോ അടുത്ത കാര്യം കേൾക്കുക ദാവീദ്. പക്ഷേ ദാവീദ് അത് കേൾക്കുന്നില്ല എന്ന് നടിച്ചു. ദാവീദ് നമ്മൾ കാണുമ്പം അടുത്ത വാക്യത്തിനകത്ത് 29-ാം തിരുവചനത്തിനകത്ത് ദാവീദ് ചോദിക്കുക, ഞാൻ എന്ത് ചെയ്തു? എന്നിട്ട് അവൻ അവിടുന്ന് നടന്നു പോകുക. അവൻ അവിടെ നിന്നില്ല. സ്തോത്രം. അവിടെ നിന്ന് ആർഗ്യൂ ചെയ്യാൻ നിന്നില്ല. അവിടെ നിന്ന് ഏറ്റവും തോറ്റും തൻ്റെ ചേട്ടനോട് സംസാരിക്കാൻ നിന്നില്ല. കേട്ടതിനെ അവിടെ വിട്ടുകളഞ്ഞേച്ച് അടുത്ത സ്റ്റെപ്പിലോട്ട് നീങ്ങി. ഇന്നൊന്ന് പറഞ്ഞേ, എനിക്കിഷ്ടമില്ലാത്തത് ഞാൻ കേൾക്കുവാണെങ്കിൽ ഞാൻ കുടഞ്ഞു കളഞ്ഞേച്ച് മുന്നോട്ട് നീങ്ങും. സ്തോത്രം. കുടഞ്ഞു കളഞ്ഞേച്ച് മുന്നോട്ട് നീങ്ങണം. നിങ്ങളെ നിരാശപ്പെടുത്തുന്നതാണോ? തിരിഞ്ഞു നിന്നിട്ട് പറയണം, മിണ്ടാതെ ഇരിക്കാൻ പറയണം. സ്തോത്രം. പിശാചെ മിണ്ടാതാകാൻ പറയണം. ഹല്ലേലൂയ. കേൾക്കല്ല് നിങ്ങളെ താഴ്ത്തിക്കെട്ടുന്നത്, ചെറുതാക്കുക, നിങ്ങളുടെ കഴുകത്തിനെ ചോർത്ത് കളയുന്നത്. ഞാൻ പറയട്ടെ, കുറേ നാൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കഴിവും നിങ്ങളുടെ
കോൺഫിഡൻസ്, നിങ്ങളുടെ ധൈര്യം ചോർന്നു പോകും. അതാ ഇസ്രായേൽ സൈന്യത്തിന് സംഭവിച്ചത്. പക്ഷെ ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് ഇതൊന്നും കേൾക്കാൻ നിന്നില്ല. ദാവീദ് അവിടെ നിന്ന് അടുത്ത ആളിൻ്റെ അടുക്കിലേക്ക് പോയി ചോദ്യം ചോദിച്ചുകൊണ്ട് നടക്കാനായിട്ട് പോയി. ഇതിങ്ങനെ ഈ ചോദ്യം ചോദിക്കുന്നു എന്ന് സൗളിൻ്റെ ചെവിയിൽ വന്നു. സൗൾ രാജാവിൻ്റെ ചെവിയിൽ വന്നു. സൗൾ രാജാവിൻ്റെ ചെവിയിൽ വന്നപ്പം ദാവീദിനെ വിളിച്ചിട്ട് സൗള് 33-ാം വാക്യത്തിനകത്ത് സൗള് പറയുന്ന ഒരു വാക്യം ഇവിടെ ഒന്ന് വായിച്ചേ. 33. ശൗൽ ദാവീദിനോട്, ഈ ഫെലിസ്ത്യനോട് എന്ന അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ലേ? കണ്ടോ, നിനക്ക് പ്രാപ്തിയില്ല. സൗൾ ദാവീദിനോട് പറയാ, നിനക്ക് പ്രാപ്തിയില്ല, നീ ഒരു പയ്യനല്ലേ. പക്ഷെ അവനെ നീ നോക്കിക്കേ, അവൻ്റെ ചെറുപ്രായം തൊട്ടേ അവൻ യുദ്ധം ചെയ്ത് വന്നവനാ. നിനക്ക് പറ്റില്ല, നീ ഒരു കുഞ്ഞു ബാലനാ, നിന്നെ കൊണ്ട് പറ്റില്ല. കണ്ടോ, നെഗറ്റീവ് പറഞ്ഞു, നിനക്ക് പറ്റത്തില്ല. ചില അമ്മമാരില്ലേ, മക്കൾ എന്തേലുമൊക്കെ ചെയ്യാൻ ഒരുങ്ങിയാൽ അയ്യോ കൈപൊള്ളും ചെയ്യണ്ട, അയ്യോ അങ്ങോട്ട് ഒറ്റയ്ക്ക് പോകണ്ട, അങ്ങോട്ട് വിടുവേ ചെയ്യല്ലേ, തന്നെ പോണം കുഞ്ഞു. 18 വയസ്സായാലും 8 മാസം പ്രായമുള്ളതിനെ പോലെ കരുതിക്കൊണ്ട് ഒരിക്കലും അവർക്ക് വളരാൻ സാധിക്കത്തില്ല. അവരത് കേട്ടോണ്ടിരിക്കുക. നീ കുഞ്ഞാണ്, നിനക്ക് കഴിവില്ല, നിന്നെക്കൊണ്ട് സാധിക്കുമോ? അങ്ങനെ എന്താ സംഭവിക്കുന്നത്? അവരുടെ ഉള്ള കഴിവും കൂടെ ചോർന്നു പോകും. ഇന്നൊന്ന് പറഞ്ഞേ, ഞാൻ നിരുത്സാഹിപ്പിക്കത്തില്ല, ഞാൻ പ്രോത്സാഹിപ്പിക്കുമെന്ന് പറഞ്ഞേ. ഐ വിൽ എൻകറേജ്, ഐ വിൽ നോട്ട് ഡിസ്കറേജ്. ഹല്ലിയ. അവരെ ബലപ്പെടുത്തണം. അവരോട് പറയും, നിനക്ക് ചെയ്യാൻ കഴിയും കുഞ്ഞെ, ഞാൻ നിൻ്റെ കൂടെ നിൽക്കാം, ഞാൻ സഹായിക്കാം നിന്നെ, നിനക്ക് പറ്റും. പ്രോത്സാഹിപ്പിക്കണം. സ്തോത്രം. ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അവരെ നിരുത്സാഹപ്പെടുത്തി ഒരിക്കലും അവരത് ചിന്തിക്കുക പോലും വേണ്ടായിരുന്നു എന്നുള്ള ചിന്ത അവർക്ക് ഇട്ടുകൊടുക്കല്ലേ. അവരോട് പറയണം, നിങ്ങളെ കൊണ്ട് സാധിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ നിങ്ങളെ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം, ബലപ്പെടുത്തണം. അല്ലാതെ നമ്മളുടെ ഇഷ്ടത്തിന്, നമുക്ക് പേടിയുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് അവരെ കളിപ്പാവ പോലെ ആക്കാൻ ശ്രമിക്കല്ലേ. കുടുംബങ്ങൾക്കകത്ത് തമ്മിൽ പ്രോത്സാഹനം കൊടുത്ത് ഒരാളുടെ കഴിവിനെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്ന എത്രയോ പേരുടെ കഴിവുകൾ അടിച്ചമർത്തി കിടക്കുന്നത് എന്താണെന്നറിയോ? നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ അവർ നാള് കേട്ട് വന്ന് അകത്തിരിക്കുന്ന ഫലങ്ങളൊന്നും പുറത്തു വെളിപ്പെടാതെ യൂസ്ലെസ് ആയിട്ടിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഹല്ലേലൂയ. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അങ്ങനത്തെ വ്യക്തികൾ, അങ്ങനത്തെ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളുടെ ചങ്ങല പൊട്ടിച്ചേച്ച് പുറത്തിറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന് മഹത്വം. ഇന്ന് ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ ആരോടൊക്കെ ഇടപെടുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. പല നാളുകൾ നിരുത്സാഹപ്പെടുത്തുന്ന തോൽവിയുടെ വാക്കുകൾ കേട്ട് അകത്തെ കഴിവൊന്നും പുറത്തു വരാതെ ഹല്ലേലൂയ അകത്തടച്ച വിധത്തിൽ ഒരു പാത്രത്തിനകത്ത് വെച്ച് അടച്ചു വെച്ചതുപോലെ ഇരിക്കുന്ന വ്യക്തികൾ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ആ കൂട് പൊട്ടിച്ച്, ആ കേട്ട വാക്കുകളുടെ ബന്ധനങ്ങൾ പൊട്ടിച്ച് പുറത്തു വന്ന് അവരുടെ പ്രാപ്തിയും കഴിവും താലന്തുകളും യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഇന്ന് നിങ്ങൾ ആരെങ്കിലോടും പറയുവാണെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ പണിയുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും ബലപ്പെടുത്തുന്നതുമാകട്ടെ. സ്തോത്രം. ഇന്ന് ഞാൻ പറയട്ടെ, ഇന്ന് പറഞ്ഞ് ഐ ചൂസ് ടു ലിസൺ. ഹല്ലേലൂയ. ഞാൻ തീരുമാനിക്കുക ഞാൻ കേൾക്കുന്നത് എന്താണെന്ന്. നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നത്, നിങ്ങൾ കൊള്ളത്തില്ല, നിങ്ങൾക്ക് കഴിവില്ല, നിങ്ങൾക്ക് ശക്തിയില്ല, നിങ്ങളെക്കൊണ്ട് സാധിക്കത്തില്ല എന്നൊക്കെയുള്ള വാക്കുകൾ പലവരും പറഞ്ഞത് നിങ്ങൾ കേട്ടെങ്കിൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ആ വാക്കുകളൊക്കെ നിർവീര്യമായി പോകട്ടെ. ഇന്ന് യേശുവിൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ചിലവരൊക്കെ കൂട് പൊട്ടിച്ച് പുറത്തിറങ്ങട്ടെ. സ്തോത്രം. അപ്പോൾ സൗളും പറഞ്ഞു, നീ ബാലനല്ലേ, നിനക്ക് എന്ത് സാധിക്കും? പക്ഷേ അടുത്ത വാക്യങ്ങളിൽ കണ്ടോ, ദാവീദ് സൗള് പറഞ്ഞ വാക്കിൻ്റെ എതിരെ സംസാരിക്കുക, വാക്കിൻ്റെ എതിരെ പറയുക, ഇല്ലില്ല ഞാൻ അങ്ങനെ ചെയ്തു, ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് സൗള് എഗ്രി ചെയ്യുക. സൗൾ എഗ്രി ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തത് സൗൾ എന്ത് ചെയ്തു? സൗളിൻ്റെ ആയുധവർഗം കൊടുത്തു ദാവീദിനിടാനായിട്ട്. ദാവീദ് അതും വേണ്ടാന്ന് വെച്ചു. എന്താണെന്നറിയോ? അതും നിരുത്സാഹപ്പെടുത്തും. സൗളിൻ്റെ ആ ആർമറിനകത്ത് കയറിക്കഴിഞ്ഞാൽ ദാവീദ് കുഞ്ഞു പയ്യനും സൗള് വലിയൊരു വ്യക്തിയുമാണ്, അല്ലേ? ഭയങ്കര പൊക്കവും ഒക്കെയുള്ള വ്യക്തിയാണ്. അപ്പം
ഇതും യോജിക്കത്തില്ല, ഈ ആർമറും യോജിക്കത്തില്ല. ഇട്ടാൽ തനിക്ക് പിന്നെയും നിരുത്സാഹമുണ്ടാവും. നടക്കുമ്പം അയ്യോ ഞാൻ ചെറിയൊരു വ്യക്തിയാണല്ലോ, എനിക്ക് കഴിവില്ലല്ലോ, അല്ലേ? ഞാനത് സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ടൊരു ഉദാഹരണം പറയാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മളുടെ ഉടുപ്പെടുത്തിട്ടാൽ അവരെ നോക്കിയാൽ അവർക്ക് പൊക്കമില്ല, ആരോഗ്യമില്ല എന്നൊക്കെ തോന്നും, അല്ലേ? നമ്മളുടെ വലിയവരുടെ ഉടുപ്പൊക്കെ എടുത്തിട്ടിട്ട് ആ കുഞ്ഞുങ്ങൾ അവിടെ കൂടെ ഒക്കെ ചിലപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളാകുമ്പോൾ അവർ നടക്കും. എന്നിട്ട് അവർ പറയും ഞാൻ എൻ്റെ മമ്മിയാണ്, ഞാൻ എൻ്റെ പപ്പയാണ്, ഞാൻ പോലീസാണ്, ഞാൻ ടീച്ചറാണ് എന്നൊക്കെ പറഞ്ഞ് അവർ വേഷം കെട്ടും. പക്ഷെ ഒരു പ്രായമായി കഴിഞ്ഞിട്ട് അവർക്ക് ആവശ്യത്തിന് പൊക്കമൊന്നുമില്ല. എന്നിട്ട് അവർ നമ്മളുടെ പൊക്കമുള്ള നമ്മളുടെ അപ്പൻ്റെ അമ്മയുടെയൊക്കെ അവരുടെ അപ്പൻ്റെ അമ്മയുടെയൊക്കെ വേഷം എടുത്തിട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അവർക്ക് നിരുത്സാഹം ഉണ്ടാവും. അവരിട്ടേച്ച് അവർ ഓർക്കും, ഷോ എനിക്ക് പൊക്കം ഇല്ലാഞ്ഞിട്ടാണല്ലോ, അല്ലേ? അല്ലെങ്കിൽ അവരുടെ പൊക്കമുള്ള കൂട്ടുകാരുടെ വേഷമൊക്കെ എടുത്ത് അവരിട്ടേച്ച് നടന്നാൽ അവരോർക്കും എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ കൂട്ടുകാരാ, പക്ഷെ അവർക്ക് എന്നെക്കാട്ടിലും ഒക്കെ പൊക്കമാണ്, എനിക്ക് പൊക്കമില്ല. അവരുടെ മനസ്സ് തന്നെ ഇടിഞ്ഞു പോകും. സ്തോത്രം. ഇൻഫർമേഷൻ, ഈ വാർത്തകൾ വരുക, അവർ എടുക്കുക, അവരുടെ മനസ്സിടിഞ്ഞു പോകും. സ്തോത്രം. മനസ്സിടിയുന്ന ഒറ്റ കാര്യം കേൾക്കല്ല്, മനസ്സിടിയുന്ന ഒറ്റ കാര്യം അത് സ്വീകരിക്കല്ല്. സൗളിൻ്റെ ആർമർ, ഹല്ലിയ, ആ വസ്ത്രം, അതൊന്നും ദാവീദ് എടുത്തില്ല. അതെല്ലാം അവിടെ ഇട്ടേച്ച് മുന്നോട്ട് പോയി. എന്തിനാ? യുദ്ധം ചെയ്യാൻ മുന്നോട്ട് പോയപ്പം ഗോലിയാത്ത് പഴയ പടി പിന്നെയും തുടങ്ങി. വേഴ്സ് നമ്പർ 41 ഓൺവേർഡ്സ്, 41 തിരുവചനം തൊട്ട് ഇങ്ങോട്ട് വായിക്കുമ്പോൾ ദാവീദിനെ വേണ്ടാത്ത കുറേ വാക്കുകൾ പറഞ്ഞു. ഹല്ലേലൂയ. ഗോലിയാത്ത് വീണ്ടും എന്തുവാ പറഞ്ഞത്? നീ കുഞ്ഞു പയ്യനാണ്, നീ കൊച്ചു ബാലനാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ദാവീദിനെ കുറേ പ്രാകുകയും ശപിക്കുകയും ഒക്കെ ചെയ്തു. ഇങ്ങനത്തെ വാക്കുകൾ നേരത്തെ ഒരു സൈന്യത്തിനോട് പറഞ്ഞപ്പം അവരുടെ പദവി വരെ മറന്നേച്ച് അവർ ഇട്ടേച്ച് ഓടിപ്പോയി, ഭയന്ന് ഓടിപ്പോയതാ. പക്ഷേ ഇതേ ദാവീദ് ഇട്ടേച്ച് പോയില്ല. ദാവീദ് എതിർത്തു നിന്നു. ദാവീദ് എന്ത് ചെയ്തു? വചനമെടുത്തു. ഹല്ലിയ. ദാവീദ് അവിടെ നിന്നിട്ട് ദാവീദ് കേട്ടതിനെ, ഹല്ലിയ, നിരുത്സാഹപ്പെടുത്തുന്നതിനെ, തോൽവിയുടെ വാക്കുകളെ നിർവീര്യമാക്കാൻ വേണ്ടി ദാവീദ് എന്ത് ചെയ്തു? വചനം അങ്ങോട്ട് എടുത്തു. സ്തോത്രം. അവിടെ പറയുന്ന ഒരു വാക്കുണ്ട് 47 തിരുവചനത്തിനകത്ത് പറയുവാണ്, ദ ലോർഡ് റെസ്ക്യൂസ് ഹിസ് പീപ്പിൾ ബട്ട് നോട്ട് വിത്ത് സ്വോർഡ് ആൻഡ് സ്പിയർ. അത് ഹോശിയ പ്രവചനം 1:7 വാക്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് വായിച്ചേ 47, 1 ശമൂവേൽ 17:47. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടും അല്ല രക്ഷിക്കുന്നേ. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ടോ യുദ്ധം യഹോവയ്ക്കുള്ളത്. അപ്പം യുദ്ധം യഹോവയ്ക്കുള്ളത്. ദൈവം തൻ്റെ ജനത്തിനെ വിടുവിക്കുന്നത് വാളും കുന്തവും കൊണ്ടല്ല. ഹോശിയ പ്രവചനം വായിക്കുമ്പോൾ അതിനകത്ത് ഉള്ളൊരു വാക്യം ഹോശിയ 1:7. അപ്പം ദൈവവചനം എടുത്ത്, സ്തോത്രം, ദാവീദ് യുദ്ധം ചെയ്തു. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന വാക്കുകൾ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നതും നിരാശയിലേക്ക് കൊണ്ടുവരുന്നതും, നിങ്ങൾക്ക് കഴിവില്ല, നിങ്ങൾക്ക് ധൈര്യമില്ല, പഠിത്തമില്ല, സൗന്ദര്യമില്ല, മറ്റുള്ളവരെ പോലെ അല്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കമ്പാരിസൺ ഉള്ള വാക്കുകൾ കണ്ടില്ലേ? അവരെ നിങ്ങളെ നോക്ക്, നിന്നെ നോക്ക്, നീ അല്ലേലും ഇങ്ങനെയൊക്കെ നിങ്ങൾ കേൾക്കുവാണെങ്കിൽ ഇന്ന് അതിനെ ദൈവവചനം കൊണ്ട് ബ്രേക്ക് ചെയ്യണം. ഹല്ലിയ. ദൈവവചന ആയുധം കൊണ്ട് അതിനെ സ്റ്റോപ്പ് ചെയ്യണം. നിങ്ങൾ അതിന് പകരമായി ദൈവം നിങ്ങളെക്കുറിച്ച് പറയുന്നത് വിളിച്ചു പറയണം. സ്തോത്രം. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ വിളിച്ചു പറയണം. നിങ്ങളുടെ ഭാവി എങ്ങനെയായിരിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പറഞ്ഞ് എന്നെ നിരുത്സാഹപ്പെടുത്തുന്നത് ഞാൻ കേൾക്കത്തില്ല, ഞാൻ സൂക്ഷിച്ചേ കേൾക്കത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. കേൾക്കുന്നത് എന്നെ പണിയുന്നത് മാത്രം ഞാൻ കേൾക്കും. സ്തോത്രം. ഇന്ന് ആരെങ്കിലുമൊക്കെ നിരുത്സാഹത്തിൻ്റെ വാക്കുകൾ, ചിലവരുടെ ഒക്കെ വീടുകൾക്കകത്ത് TV 24 hours ഓണായിരിക്കും, അല്ലേ? ഒരു ശബ്ദം വേണമല്ലോ, അല്ലെങ്കിൽ ഫോൺ ഓണായിരിക്കും. സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ TV-ക്കകത്തോ നിങ്ങൾ കേൾക്കുന്നത് വാർത്തകളും അല്ലെങ്കിൽ വല്ല സീരിയലുകളും അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തുന്ന കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ ഇന്ന് അതിനെ അവിടെ വെച്ച് നിർത്തട്ടെ. സ്തോത്രം. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇന്ന് തോൽവിയുടെ വാക്കുകൾ കേൾക്കുന്നത് നിൽക്കട്ടെ. സ്തോത്രം.
സ്തോത്രം. നിരുത്സാഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നത് നിൽക്കട്ടെ. സ്തോത്രം. അവനവനിൽ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ധൈര്യമുണ്ടെന്ന് ഉള്ളത് വിളിച്ചു പറയണം. ഹല്ലേലൂയ. വായും കൊണ്ട് ചിലതൊക്കെ വിളിച്ചു പറയണം. വിളിച്ചു പറയുമ്പോൾ അത് ചെവി കേൾക്കും, അത് നമ്മുടെ കാതുകൾ കേൾക്കും. ഹല്ലേലൂയ. കാതുകൾ കേൾക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ ജയം നമ്മളുടെ കയ്യിലുണ്ടാകും. ദാവീദ് വിളിച്ചു പറഞ്ഞു. ഞാൻ പറയാം, ദാവീദ് ഉറക്കെ വിളിച്ചു പറയാൻ കാരണം ദാവീദിൻ്റെ കാതുകൾക്കും കൂടെ കേൾക്കണമായിരുന്നു. ദാവീദ് വിളിച്ചു പറഞ്ഞത് എന്താ? വിളിച്ചു പറഞ്ഞത് കർത്താവിൻ്റെ മഹത്വത്തിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞു. ഗോലിയാത്തിൻ്റെ എതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ദാവീദ് ദൈവ മഹത്വം വിളിച്ചു പറഞ്ഞു. ഞാൻ നിൻ്റെ എതിരെ വരുന്നത് സൈന്യാധിപനായ ദൈവത്തിൻ്റെ നാമത്തിലാണ് ഞാൻ വരുന്നത്. നീ ഡിഫൈ ചെയ്ത്, നീ എതിർത്ത് നിന്ന് ദൈവത്തിൻ്റെ നാമത്തിലാണ് ഞാൻ വരുന്നത്. ഞാൻ നിന്നെ എൻ്റെ ദൈവം നിന്നെ എതിരായി നിനക്ക് യുദ്ധം ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ദൈവവചനം വിളിച്ചു പറഞ്ഞു. സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് അങ്ങനെ കർത്താവ് ദാവീദിൻ്റെ കയ്യിൽ ജയം കൊടുത്തു. ഇന്ന് പറഞ്ഞ് ഞാൻ ജയിക്കാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. ഞാൻ ജയത്തിൻ്റെ വാക്കുകൾ വിളിച്ചു പറയും. ഞാൻ തോറ്റിരിക്കത്തില്ല, ഞാൻ തോൽവി അനുഭവിക്കത്തില്ല, എനിക്ക് തോൽവി വേണ്ട. ഞാൻ കേൾക്കുന്നത് തോൽവിയുടെ വാക്കുകളല്ല, ഞാൻ കേൾക്കുന്നത് ജയത്തിൻ്റെ വാക്കുകളാണ്. സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് ജയമല്ലാതെ തോൽവിയുടെ വാക്കുകളെ കേട്ടാൽ അതിനെ യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമാക്കി കളയാൻ കർത്താവ് ധൈര്യം തരട്ടെ, ശക്തി തരട്ടെ. ഹല്ലേലൂയ. കർത്താവ് സകലതിലും പണിതെടുക്കട്ടെ. സൂക്ഷിച്ച് കേൾക്കണം. സ്തോത്രം. വേണ്ടാത്തത് കേൾക്കല്ല്. ഇന്നും കൊണ്ട് അതിനെ നിർത്താൻ പഠിക്കണം. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബലത്തോടെ തൻ്റെ ജനം പുറത്തു വരട്ടെ. ഹല്ലേലൂയ. ഇന്ന് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിരുത്സാഹത്തിൻ്റെ വാക്കുകൾ കേട്ടവരും തോൽവിയുടെ വാക്കുകൾ കേട്ടവരും അവരുടെ ഹൃദയത്തിനകത്ത് നിരുത്സാഹവും തോൽവിയും കഴിവുകേടും ഒക്കെ ഇരുന്ന് ധൈര്യമില്ലാത്ത അവസ്ഥയിലുണ്ടെങ്കിൽ ഇന്ന് അത് യേശുവിൻ്റെ നാമത്തിൽ ആ ചങ്ങലകൾ പൊട്ടിമാറട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം.